നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ കാലത്ത് നൊമ്പരമാവുകയാണ് ആത്മഹത്യ. കൊടുക്കാനുള്ള പണത്തിന്റെ കണക്കും എഴുതി വെച്ച് പ്രവാസി കിണറ്റിൽ ചാടി മരിച്ചു. ഈ പ്രതിസന്ധി കാലത്ത് എങ്ങനെ കടം വീട്ടാനാകും? ഇനി എനിക്ക് ഇത്രയും പണം കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പോകുന്നു. ഗൾഫിലും കോവിഡ്, ഇവിടെയും കോവിഡ്. അവിടേക്ക് തിരിച്ചു പോകാനും കഴിയുന്നില്ല. ഇവിടെ പണിയുമില്ല. ഈ വാക്കുകൾ എഴുതി വെച്ചായിരുന്നു പ്രവാസി കിണറ്റിൽ ചാടി മരിച്ചത്. രാവണേശ്വരത്ത് താമസിക്കുന്ന TV മോഹനാണ് വീട്ടുകിണറ്റിൽ ചാടി ജീവൻ ഒടുക്കിയത്. 48 വയസ്സാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ദുബായിൽ ഒരു ഫ്ളാറ്റിന്റെ മേൽനോട്ട ജോലിക്കാരനായ മോഹനൻ ജനുവരിയിലായിരുന്നു നാട്ടിലെത്തിയത്. കോവിഡ് കാലമായതിനാൽ തിരിച്ചു പോകാനായില്ല. വ്യാഴാഴ്ച രാവിലെ മുതൽ മോഹനെ കാണാതായതിനാൽ വീട്ടുകാരും നാട്ടുകാരും തിരച്ചിൽ നടത്തി. ഒടുവിൽ കാഞ്ഞങ്ങാട്ട് നിന്ന് അഗ്നിരക്ഷാ സേന എത്തി 20 കോൽ ആഴമുള്ള കിണറ്റിലിറങ്ങി നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ നിന്നും 3 പേജുള്ള ആത്മഹത്യാ കുറിപ്പും ലഭിച്ചു. വിവിധ ബാങ്കുകളിലെ കടം മാത്രം 10 ലക്ഷത്തിലേറെയുണ്ട്. വ്യക്തികളിൽ നിന്നും വാങ്ങിയ പണത്തിന്റെ കണക്കും എഴുതിയിട്ടുണ്ട്. ഏകദേശം 15 ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയുണ്ടാകുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരിക്കെ 14 വർഷം മുമ്പാണ് മോഹൻ ദുബായിലേക്ക് പോയത്. സംഘടനയുടെ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയും രാവണേശ്വരം മാക്കിലെ അഴീക്കോടൻ ക്ലബിന്റെ സെക്രട്ടറിയുമായിരുന്നു. ദുബായിൽ യുവതാര സാംസ്കാരിക സംഘടനയുടെ രക്ഷാധികാരിയാണ്. പരേതനായ തെക്കാനം വീട്ടിൽ ചന്തുവിന്റെയും കാർത്യായനയുടെയും മകനാണ്. ഭാര്യ അനിത അധ്യാപികയാണ്. മകൾ അരുണിമ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭവ്യ 7ാം ക്ലാസ്സിൽ. സഹോദരി ചന്ദ്രാവതി. പോസ്തൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പരിശോധനയ്ക്കായി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു കാര്യം ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാനാകും എന്ന ശുഭാപ്തി വിശ്വാസം പ്രവാസികളിൽ ഉണ്ടായിരിക്കണം. ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്ന ശുഭ പ്രതീക്ഷ പുലർത്തുക.